ഇന്ന് നമുക്ക് ടാബ്ലൂയിലെ പാരാമീറ്റർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നോക്കാം. എന്താണ് പാരാമീറ്റർ? പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻപുട്ട് ബോക്സ് ആയിട്ട് സങ്കല്പിക്കാം. ആ ഇൻപുട്ട് ബോക്സ് യൂസ് ചെയ്തിട്ട് യൂസറിന് ഇഷ്ടമുള്ള വാല്യൂ സെലക്ട് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കും. അതായത് ഇപ്പോൾ സപ്പോസ് നമുക്ക് ടോപ്പ് സബ് കാറ്റഗറി വൈസ് സെയിൽസ് കാണണം, ടോപ്പ് 3 കാണണം, ടോപ്പ് 5 കാണണം, ടോപ്പ് 10 കാണണം എന്ന് വിചാരിക്കാം. ഇത് മൂന്നും നമുക്ക് സെപ്പറേറ്റ് 3 വിഷ്വൽസ് ആക്കി കാണിക്കാതെ പാരാമീറ്ററിന്റെ സഹായത്തോടെ ഒരു സിംഗിൾ വിഷ്വലിൽ കാണിക്കാൻ സാധിക്കും. അതായത് നമുക്ക് ഹാർഡ് കോഡ് ചെയ്യാതെ പാരാമീറ്റർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ചൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഞാൻ ആദ്യം ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാണ്, സബ് കാറ്റഗറി വൈസ് സെയിൽസ്. സോ എനിക്ക് വേണ്ടത് ഇനി ടോപ്പ് 10 സബ് കാറ്റഗറീസ് ആണെന്ന് വിചാരിക്കുക. സോ ഞാൻ ഫിൽറ്റർ ചെയ്യാൻ പോവാണ്. സോ ഞാൻ സബ് കാറ്റഗറി എടുത്ത് ഫിൽറ്ററിൽ പ്ലേസ് ചെയ്തു. പോപ്പപ്പ് വന്നു. എനിക്ക് ടോപ്പ് 10 സബ് കാറ്റഗറീസ് ആണ് കാണേണ്ടത്. ബേസ്ഡ് ഓൺ സെയിൽസ്, അപ്ലൈ. ഓക്കെ, ഇപ്പൊ എനിക്ക് ടോപ്പ് 10 സബ് കാറ്റഗറീസ് കാണാം. ഞാൻ സോർട്ട് ചെയ്യാണ്. ടോപ്പ് 10 സബ് കാറ്റഗറീസ് കാണാം. ഇനി എനിക്ക് ഇങ്ങനെ കാണണ്ട, എനിക്ക് ടോപ്പ് 10 അല്ല, എനിക്കിങ്ങനെ മാറി മാറി കാണണം. ടോപ്പ് 3 കാണണം, അല്ലെങ്കിൽ ടോപ്പ് 5 കാണണം, ടോപ്പ് 10 കാണണം, മാറി മാറി കാണണം. അതിനു വേണ്ടി ഞാനൊരു പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ചെറിയൊരു ആരോ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്രിയേറ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ ടോപ്പ് n എന്നൊരു പേര് കൊടുത്തു. എനിക്ക് ടോപ്പ് 1 ടു ടോപ്പ് 10 വരെയുള്ള വാല്യൂ മാറി മാറി കാണണം. സോ ഡേറ്റ ടൈപ്പ് ഞാൻ ഇൻഡിജർ ആക്കി സെറ്റ് ചെയ്തു. ഞാൻ റേഞ്ച് സെലക്ട് ചെയ്തു. മിനിമം 1ഉം മാക്സിമം 10ഉം കൊടുത്തു. സ്റ്റെപ്പ് സൈസ് 1 കൊടുത്തു. അതായത് എനിക്ക് 1, 2, 3 എന്നുള്ള രീതിയിലായിരിക്കണം കാണേണ്ടത്. അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് സൈസ് 1 കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാരാമീറ്റർ ഇവിടെ കാണാം. സോ എനിക്കിവിടെ ആ പാരാമീറ്ററിന്റെ ഇൻപുട്ട് ബോക്സ് ഇവിടെ വന്ന് കിടക്കണം. സോ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഷോ പാരാമീറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ബോക്സ് ഇവിടെ വന്നു. ഇനി യൂസർ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഈ വിഷ്വലിൽ ആ ചേഞ്ച് റിഫ്ലക്റ്റ് ആവണം. സോ ഞാനിപ്പോൾ ഇവിടെ 1 ആണ്. ഞാൻ 2 കൊടുത്താൽ വിഷ്വല് മാറണം. ടോപ്പ് 2 സബ് കാറ്റഗറീസേ കാണാൻ പാടുള്ളൂ, പക്ഷെ എൻ്റെ വിഷ്വല് മാറുന്നില്ല. അതായത് ഞാൻ ക്രിയേറ്റ് ചെയ്ത പാരാമീറ്ററും എൻ്റെ വിഷ്വലും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല. സോ ക്രിയേറ്റ് ചെയ്ത പാരാമീറ്ററും വിഷ്വലും തമ്മിൽ ഒരു കണക്ഷൻ കൊടുക്കണം. സോ എഗെയിൻ ഞാൻ ഫിൽറ്റേഴ്സിൽ വന്നു. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു, എഡിറ്റ് ഫിൽറ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ടോപ്പിൽ പോയി. ടോപ്പിൽ നമ്മൾ നേരത്തെ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഈ 10ന്റെ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാരാമീറ്റർ ഇവിടെ കിടക്കുന്നതായിട്ട് കാണാം. ടോപ്പ് n ക്ലിക്ക് ചെയ്യാം, അപ്ലൈ ആൻഡ് ഓക്കെ. നമ്മൾ എന്താണോ ഇവിടെ ഇൻപുട്ടായിട്ട് സെലക്ട് ചെയ്യുന്നത് അത് നമ്മുടെ വിഷ്വലിലും കാണാൻ നമുക്ക് സാധിക്കും. സോ ഞാൻ ടോപ്പ് 1 സെലക്ട് ചെയ്തപ്പോൾ ടോപ്പ് 1 സബ് കാറ്റഗറി കണ്ടു. സോ ഞാൻ എന്താണോ ഇവിടെ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ച് വിഷ്വലിൽ ആ ചേഞ്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണും.